ബ്ലൈൻഡ് സ്ട്രാറ്റജി ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സെറോദയിലാണ് ഇപ്പോൾ നിലവിൽ സ്ട്രാറ്റജി റൺ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം ഫസ്റ്റ് ലോഗിൻ ചെയ്യുക. ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്യുക, സാധാരണ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ TOTP സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ പിന്ന് കൊടുക്കുന്നതിന് പകരം TOTP നമ്മുടെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൽ വരുന്ന ആ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ടൈം ഉണ്ട്, ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ടൈമിനുള്ളിൽ തന്നെ നമ്മൾ ആ കോഡ് ഫിൽ ചെയ്യണം. ഇപ്പം നിലവിൽ ഗൂഗിൾ ക്രോമിലാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. മറ്റ് ബ്രൗസറുകളും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. സിസ്റ്റം റൺ ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്കിന് എന്തെങ്കിലും എററോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് ട്രിഗർ ആവണമെന്നില്ല, അല്ലെങ്കിൽ സ്ട്രൈക്ക് സെലക്ട് ആവണമെന്ന് കൂടിയില്ല. ലോഗിൻ ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിലൊരു കോഡ് അടിക്കണം. ആ കോഡ് അടിച്ചതിന് ശേഷം എന്നിട്ട് എൻ്റർ കൊടുക്കണം. പ്രോഗ്രാം റൺ ആവും. സോ നമുക്ക് ഇത് റൺ ആയതിനു ശേഷം ഒരു URL കിട്ടും. ആ URL നമ്മൾ കോപ്പി ചെയ്തെടുക്കണം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ബ്രൗസറിലാണോ ഇത് ലോഗിൻ ചെയ്ത അതേ ബ്രൗസറിൽ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ അഡ്രസ് ബാറിൽ ഇത് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് എൻ്റർ കൊടുക്കണം. അവിടെ നമുക്കൊരു ടോക്കൺ നമ്പർ കിട്ടും. ആ നമ്പർ ക്ലിക്ക് ചെയ്താൽ തന്നെ അത് സെലക്ട് ആയിക്കോളും. എന്നിട്ട് അത് ഇതുപോലെ Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്ന് അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. സോ അത് റൺ ആവും. അപ്പോൾ അൽഗോ സ്റ്റാർട്ടഡ് നമ്മുടെ ഇത് കാണിച്ചു. അൽഗോ സ്റ്റാർട്ടഡ് എന്ന് കാണിച്ചു. ഇത്ര മാത്രം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ളൂ. സിസ്റ്റം പിന്നെ എല്ലാം ഓട്ടോമാറ്റിക്കലി റൺ ചെയ്തോളും. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതായാലും ടാർഗറ്റ് വെക്കുന്നതായാലും ഒക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി റൺ ചെയ്തോളും. അപ്പോൾ 9:25 ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ട്രൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്ത് സിസ്റ്റം സെലക്ട് ചെയ്യും. പിന്നെ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നെറ്റ്വർക്കായിട്ട് കണക്റ്റഡ് ആയിരിക്കണം ഡിവൈസ്. അതുപോലെ ഫുള്ളി ചാർജഡ് ആയിരിക്കണം. അങ്ങനെ തന്നെ ഓഫായി പോകാൻ പാടില്ല. സ്ലീപ്പ് ആയാലും കുഴപ്പമില്ല, ഓഫായി പോകാൻ പാടില്ല. ഇപ്പോൾ 9:50 ആയപ്പോൾ ട്രിഗർ ആയിട്ടുണ്ട്. സോ ബൈ ആയിട്ടുണ്ട്, പൊസിഷൻ എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നതും 1500 റേഞ്ച് പെർ ലോട്ട്. അതുപോലെ ടാർഗറ്റും അതന്നെ 1500 അറൗണ്ട് റേഞ്ച് ടാർഗറ്റും. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിസ്റ്റം ഇത് റൺ ചെയ്യുന്ന സമയത്ത് 1 മണി വരെ നോക്കും. 1 മണി വരെ ടൈമിൽ ഉള്ളിൽ ആ പ്രൈസ് റേഞ്ചിൽ എത്തിയാൽ മാത്രമേ ട്രിഗർ ആവുള്ളൂ. അല്ലാത്ത പക്ഷേ ട്രിഗർ ആവില്ല. ഇപ്പോൾ ടാർഗറ്റ് എത്തിയില്ല, സ്റ്റോപ്പ് ലോസ് എത്തിയില്ല, ട്രിഗർ ആയതിനു ശേഷം അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ സിസ്റ്റം ഇത് 3 മണിയാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യും. സമയം ഇപ്പോൾ 11:30 അപ്പോൾ നമുക്ക് ഇതുവരെ ടാർഗറ്റ് ആയിട്ടില്ല, അതുപോലെ SLO ആയിട്ടില്ല. ചെറിയ പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഫൈനലി നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് ട്രേഡ് സക്സസ്ഫുൾ ആയിരുന്നു. നമുക്ക് ഇവിടെ ഓർഡർ ലിസ്റ്റിൽ നോക്കിയാൽ അറിയാം ഏത് ടൈമിലാണ് ഓർഡർ എക്സിക്യൂട്ട് ആയതെന്നൊക്കെ. നമുക്ക് 9:50 ബൈ ആയതിനു ശേഷം 12:33 സെല്ലായി. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് അച്ചീവായി. സോ ഇത് 1 ലോട്ടിലാണ് ട്രൈ ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം അൽഗോ സ്റ്റോപ്ഡ്, ട്രേഡിംഗ് ഡൺ എന്ന് കാണാം നമുക്കവിടെ. സോ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ചെയ്യാൻ. ജസ്റ്റ് നമ്മൾ മോർണിംഗ് ഒരു 9 മണി 9:15 ആ ടൈമിൽ വന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക, പ്രോഗ്രാം റൺ ചെയ്യുക. ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി.